ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുൻപേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീന ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോ നോക്കി അലീനയുടെ വിഷമവും സങ്കടവും ഒക്കെ പറയുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അലീനയ്ക്ക് തോന്നുവാണ് ബ്രിജിത്ത മമ്മി തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നുവാണ്. അപ്പോൾ അലീന പറയുവാണ്, മമ്മി എന്നെ എന്തിനാ മമ്മി ഇങ്ങോട്ടേക്ക് അയച്ചത്? എൻ്റെ അമ്മേനെ പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞു തന്ന് അവരെയൊക്കെ കാണാനായിട്ട് എന്നെ എന്തിനാ ഇങ്ങോട്ട് അയച്ചത്? അതുകൊണ്ടല്ലേ എനിക്ക് ഒരുപാട് കൊതിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത തീരുമാനം മമ്മി തെറ്റായിപ്പോയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബ്രിജിത്തമ്മ പറയും, ഒരിക്കലും നീ എടുത്ത തീരുമാനം തെറ്റിയിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, എനിക്ക് ഒരച്ഛനെ കിട്ടി, എൻ്റെ പെറ്റമ്മയെ കാണാൻ പറ്റി, എൻ്റെ കൂടപ്പിറപ്പുകളെ കിട്ടി, എന്നിട്ടും എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. എനിക്ക് ഇവരുടെ ഒപ്പം ജീവിച്ചിട്ട് മതിയായിട്ടില്ല മമ്മി എന്നൊക്കെ പറയുമ്പോൾ ബ്രിജിത്തമ്മാമി പറയും, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ ഒരിക്കലും ഒരു തെറ്റും ചെയ്യത്തില്ല. നീ ഇവിടെ ഉള്ളവരെ മാത്രം മാറ്റിയെടുത്ത് അവരെ മാത്രം നല്ല ജീവിതത്തിലേക്ക് നയിക്കേണ്ടവളല്ല. നിന്നെ കാത്ത് ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട്, നിൻ്റെ ആ സ്നേഹത്തിൻ്റെ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നീ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നിന്നെ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടില്ലേ എന്നൊക്കെ ബ്രിജിത്ത മാമി ചോദിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയും, എല്ലാം കിട്ടിയിട്ടും ഒരു അനാഥയെ പോലെ ഇവിടെ വന്നിട്ടും എനിക്കിപ്പോൾ എല്ലാം കിട്ടി, എന്നിട്ടും എനിക്കിവിടെ പാതി വഴിയിൽ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോവേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ അലീന ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് കരയും കേട്ടോ. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോളും ബബിതയാണ് ഇന്നത്തെ പാചകമൊക്കെ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവർ അലീന ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വയ്ക്കുക. അപ്പോൾ ബാലൻ വരണ വഴിക്ക് തന്നെ അലീന മോളെ എന്ന് വിളിക്കും. അപ്പോൾ അലീന അങ്ങോട്ട് വരും. അപ്പോൾ ചോദിക്കും, നീ എവിടെയാ പുറത്തായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, ഇല്ല രോഹി മുറ്റത്ത് നിൽക്കുമായിരുന്നു, അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി പോയതാന്ന് പറയും. അങ്ങനെ വാ നീ ഇരിക്കുക എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ഊണുമേശയിൽ ഇന്നപ്പോൾ ബാലൻ ചോദിക്കും, ഇന്നെന്താ ഇവിടെ ഒരുപാട് വിഭവങ്ങളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയും, ഇന്ന് എന്നെ ഇവരെ രണ്ടുപേരും കൂടി അടുക്കളയിൽ കയറ്റിയില്ല, ഇന്ന് ഇവരായിരുന്നു കംപ്ലീറ്റ് ഉണ്ടാക്കിയത്, എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ബാലൻ ചോദിക്കും, അതെന്താ നിങ്ങൾ ഏറ്റെടുത്തോ, അവളുടെ ജോലിയൊക്കെ നിങ്ങളിന്ന് ഭരണമൊക്കെ ഏറ്റെടുത്തോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, പിന്നെ ഭരണം ഏറ്റെടുക്കാതെ നാളെ മുതൽ ഞങ്ങൾ തന്നെ ചെയ്യണ്ടേ, ഇന്ന് മുതൽ ഞങ്ങൾ തന്നെ ചെയ്യണ്ടേ, പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ ആരുടെ സേവനവും വേണ്ട, സേവനമൊക്കെ നിർത്തി പോവല്ലേ, ആരും പറഞ്ഞില്ലല്ലോ പോവാൻ എന്നൊക്കെ ബബിത പറയും. അപ്പോൾ അലീനയൊക്കെ ഇങ്ങനെ വിഷമമായിട്ടോ. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അലീന പറയും, ഞാനിവിടെ ആദ്യമായി വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ചത്, അന്നേരം ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്ക് നിന്നിരുന്ന ചേച്ചിയാണ് എന്നെ ഒരുപാട് സമാധാനിപ്പിച്ചത് എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അന്ന് നീ കുഞ്ഞുമോളെ പോലെ തന്നെ ഇവിടുത്തെ ഒരു ജോലിക്കാരി അല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, ശരിയാണ്, ഞാൻ ഇവിടുത്തെ ഒരു ജോലിക്കാരിയായിരുന്നു എന്ന് പറയും. അപ്പോഴത്തേക്കും എല്ലാവരുടെയും മുഖമൊക്കെ മാറും കേട്ടോ. അപ്പോൾ ബാലൻ പറയും, എന്നാൽ ഇന്ന് നീ അങ്ങനെയല്ലല്ലോ, നീ ഇന്ന് ഇവിടുത്തെ ഒരാളല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, ശരിയാണ് എന്ന് പറയും. അപ്പോൾ ബബിത പറയും, ഒന്ന് നിർത്തുന്നുണ്ടോ, കുറേ ആയി കേൾക്കുന്നു, വേഗം കഴിച്ചിട്ട് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ബബിതയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അതുകൊണ്ട് ബബിത ചൂടാവാണ്. അപ്പോൾ വേഗം തന്നെ ഇവർ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാട്ടോ. അപ്പോൾ ഇവർക്കൊന്നും ഭക്ഷണമൊന്നും വേണ്ട, വിഷമമാണ്. അപ്പോൾ അലീന നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കണം. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി അലീനേനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരാരും ഇങ്ങനെ കരയാതെ പിടിച്ച് നിൽക്കുകയെന്ന് മനസ്സിലായി. വേഗം തന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന റൂമിലേക്ക് പോയി റെഡി ആവാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ അവിടെ എടുത്തു വച്ചിരിക്കുന്ന സാരിയിലേക്കും വളയിലേക്കും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കട്ടെ വിഷമിച്ച്. അപ്പോൾ കോള് വരും, ഒരു ഫോൺ കോൾ വരും. അത് നമ്മുടെ മനു ആയിരിക്കും. അപ്പോൾ അലീന എടുത്ത പാടെ ചോദിക്കും, എന്താ മനു ഏട്ടാ എന്ന് ചോദിക്കും. അപ്പോൾ മനു പറയും, ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നേ, ഇന്ന് പോയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ യാത്ര ഒന്ന് മാറ്റി വയ്ക്കുമോ, എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയും. അപ്പോൾ അലീന പറയും, ഇല്ല ഞാൻ പോകാൻ റെഡി ആവുമായിരുന്നു എന്ന് പറയും. അപ്പോൾ മനു പറയും, അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, എന്താ മനുവേട്ടാ, എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ അച്ഛനും എൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ പോകണ്ട എന്നാണ് പറയുന്നതെങ്കിലും എനിക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചതല്ലേ, അതിൻ്റെ കാരണം മനുവേട്ടനെ അറിയാമല്ലോ, അപ്പം മനുവേട്ടനല്ലേ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും. അപ്പം മനു പറയും,
നീ പോവാന്നറിഞ്ഞപ്പോൾ എന്ന് പറയും. അപ്പോൾ അലീന പറയും ഞാൻ വിളിച്ചോളാം മനുവേട്ടനെ എന്ന് പറയും. അപ്പോൾ മനു പറയും അല്ല ഇത്ര നേരമായിട്ട് വിളിച്ചില്ല, അപ്പോൾ നീ ഇനി പോകുമ്പോൾ ഇനി എന്നെ മറക്കുമോ എന്നറിയാനാണെന്ന് പറയും. അപ്പോൾ അലീന പറയും ഒരിക്കലും ഇല്ല, ഞാൻ എന്തായാലും പോകാൻ നേരത്ത് മനുവേട്ടനെ വിളിച്ചിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങുള്ളായിരുന്നു. അന്നാ മനുവേട്ടൻ വെച്ചോ, പിന്നെ മനുവേട്ടനും കൂടി അച്ഛൻ്റെ കൂടെ വരായിരുന്നില്ലേ എന്ന് അലീന ചോദിക്കുന്നു. മനു പറയും അല്ല ഞാൻ ഈ കാര്യം ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ അങ്കിളിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ അലീന പറയും എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞോ? അപ്പോൾ മനു പറയും ഇല്ല പറഞ്ഞില്ല, ചില കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറയും. സാരില്ല, ഞാൻ നിന്നെ അവിടെ വന്ന് കണ്ടോളാം എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും ഓക്കെ എന്നാൽ ഞാൻ ഇടയ്ക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് അലീന ഈ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ വിതുമ്പി നിൽക്കുകയാണ്. അപ്പോൾ ഡോറിൽ മുട്ടും. അപ്പോൾ തുറക്കുമ്പോൾ നമ്മുടെ ബബിതയും കൃഷ്ണമോളും ആയിരിക്കും. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കും എന്തായി ചേച്ചി, ചേച്ചി റെഡി ആവുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും അല്ല അച്ഛൻ പറഞ്ഞു ഈ സാരി ഉടുക്കണമെന്ന്, പക്ഷേ എനിക്ക് സാരി ഉടുക്കാൻ അത്ര വശമില്ല എന്ന് പറയും. അപ്പോൾ ബബിത പറയും അച്ഛൻ പറഞ്ഞെങ്കിൽ ഇത് എന്നെ ഉടുത്താൽ മതി എന്ന് പറഞ്ഞ് സാരിയൊക്കെ എടുത്ത് നോക്കാട്ടോ. പറയും നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് എന്നെ ഉടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ പറയും ചേച്ചിക്ക് ഉടുക്കാൻ അറിയില്ലെങ്കിൽ എന്താ ഞങ്ങൾ ഉടുപ്പിച്ചു തരാം എന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കും അതിന് നിനക്ക് സാരി ഉടുക്കാൻ അറിയോ? അപ്പോൾ കൃഷ്ണമോൾ പറയും സാരി ഉടുക്കാൻ അറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉടുപ്പിക്കാൻ അറിയാം എന്നും പറഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ അലീനേനെ പിടിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് സാരിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അങ്ങനെ ഈ അനിയത്തിമാർ ചേച്ചീനെ ഒരുക്കണം. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് ഇവിടെ നിന്ന് കല്യാണം കഴിച്ച് വിടണ പോലെയാണ് ഞങ്ങൾ വിടണേ, അങ്ങനെ അച്ഛന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കോ വിഷമം. അങ്ങനെ അലീനേനെ ഇവർ സാരിയൊക്കെ ഉടുപ്പിച്ച് മാലയൊക്കെ ഇടിയിച്ച് അങ്ങനെ ഇവർ ബബിതയും കൃഷ്ണമോളും മാറി മാറി മേക്കപ്പൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമം വന്നിട്ട് അലീനയുടെ കണ്ണ് നിറഞ്ഞ് കണ്ണീരൊഴുകും. ഇത് കാണുമ്പോൾ ബബിതക്ക് കൺട്രോൾ പോയി. അപ്പോൾ ബബിത വേഗം തന്നെ പറയും കളഞ്ഞു, നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബബിത അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അലീന കരയാൻ തുടങ്ങി. അപ്പോൾ കൃഷ്ണമോള് അലീന ചേച്ചീനെ കെട്ടിപ്പിടിച്ച് കരയോ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പിന്നെ ഭയങ്കര വെപ്രാളോ ടെൻഷനോ എന്തൊക്കെയാണ്. ബാലചന്ദ്രൻ റൂമിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ വേഗം തന്നെ ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനെ വിളിക്കുകയാണ്. എന്നിട്ട് ഗോവർദ്ധനോട് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാവില്ല. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കും എന്താ ബാലേട്ടാ എന്ന് ചോദിക്കുമ്പോഴും ഞാനിങ്ങനെ അലീനേനെ ഇന്ന് അവിടെ കൊണ്ടാക്കാൻ പോവാണെന്ന് പറയും. അപ്പോൾ ഗോവർദ്ധൻ പറയും അല്ല ഞാൻ കൂടെ വന്നോ, അല്ലെങ്കിൽ ബാലേട്ട തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്കാവില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും ഇല്ല ഇന്ന് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരണില്ല, അവളെ ആക്കിയതിന് ശേഷം ഞാൻ എവിടെയെങ്കിലും തങ്ങിയിട്ടേ വരൂ എന്ന് പറയും. അപ്പോൾ അതെന്താ ബാലേട്ടാ എന്ന് ചോദിക്കും. പറയും പിള്ളേരൊറ്റയ്ക്കാവില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും പിള്ളേരൊറ്റയ്ക്കാവൊന്നും പോകുന്നില്ല, അലീനെ ഇവിടെ നിന്ന് പടി ഇറങ്ങണ നിമിഷം വൈജ ഇങ്ങോട്ടേക്ക് കെട്ടിക്കയറി വരും എന്ന് പറയും. അപ്പോൾ അവൾക്ക് സന്തോഷമായല്ലോ എന്നൊക്കെ പറയും. ബാലചന്ദ്രൻ പറയും എൻ്റെ മനസ്സിനെ ഒന്ന് എനിക്ക് ഒരു റീചാർജ് ചെയ്യാനുണ്ട്, കാരണം എൻ്റെ ധൈര്യമല്ലേടോ, എൻ്റെ ഊന്നുവടിയല്ലേ, എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചവളല്ലേ പോകുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ സങ്കടം മാറ്റി എനിക്കൊന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ഒരുപാട് സമയമെടുക്കും, അപ്പോൾ കുറച്ച് സമയം എനിക്ക് അതിനു വേണ്ടി ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഗോവർദ്ധൻ പറയും ശരി ബാലേട്ട, ഇപ്പോഴെങ്കിലും ബാലേട്ടന് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഇരിക്കാനായിട്ട് നേരം കണ്ടെത്താൻ തോന്നിയല്ലോ, ഇവിടെ ഒന്നും പേടിക്കാനില്ല, എന്തുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കും കേട്ടോ. വേഗം തന്നെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ രോഹി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ രോഹിനോട് ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ ഇന്ന് വരില്ല കേട്ടോ, അപ്പോൾ ചിലപ്പോൾ നാളെ വരൂ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞേ വരൂ, അപ്പോൾ നീ എല്ലാം ശ്രദ്ധിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് അലീനേനെ ഒരുക്കി ഇവർ റൂമിൽ നിന്ന് വരും. അപ്പോൾ അലീന ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഒരു മണവാട്ടിയെ പോലെ നല്ല ഭംഗിയിൽ ഇറങ്ങി വന്നെ കാണുമ്പോൾ ബാലചന്ദ്രന് കരച്ചിൽ വരും. അപ്പോൾ ബാലചന്ദ്രൻ പറയും അവളെ നോക്കി നിന്നിട്ട് പറയും ഇതുപോലെ അയക്കാനാട്ടോ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ സമയവും സാഹചര്യവും മാറിപ്പോയി എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ കരയും. അത് കാണുമ്പോൾ അലീനയ്ക്കും കരച്ചിലാവും കേട്ടോ. വേഗം തന്നെ കൃഷ്ണമോള് അങ്ങോട്ടേക്ക് പോയി. ബബിത പിന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. ബബിതക്ക് ഭയങ്കര വിഷമമാണ് യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെ, കാരണം ബബിതയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അലീനേനെ സ്നേഹിക്കുന്നത്, പക്ഷേ അവൾക്ക് അത് പ്രകടിപ്പിക്കാൻ അറിയില്ലല്ലോ.
അങ്ങനെ ഇവർ യാത്ര തിരിക്കുന്നതാണ് കാണിക്കണേ. അങ്ങനെ കാറിൽ വെച്ചിട്ട് അലീന പറയുന്നുണ്ട് ബാലചന്ദ്രനോട്, അച്ഛനുണ്ടല്ലോ, അച്ഛൻ എന്നെ എല്ലാവരോടും എൻ്റെ മകളാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എവിടെ പോയാലും എൻ്റെ അച്ഛൻ അച്ഛൻ തന്നെയാട്ടോ എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുന്നതൊക്കെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.